മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് CPO അത് കണക്ക് എക്സൈസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. നോക്കേ, സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏത്? സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏത്? സഖാവി, സഖി, സാമന്ത, സഹപാഠിനി. ഏതാണ് സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം? സഖി എന്നുള്ളതാണ്. നമ്മുടെ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ എതിർലിംഗങ്ങൾ വരാറുണ്ട്. പുല്ലിംഗ ശബ്ദവും സ്ത്രീലിംഗ ശബ്ദവും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖി എന്നുള്ളതാണ്. നമുക്ക് ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് വാക്കുകളുടെ സ്ത്രീലിംഗ ശബ്ദങ്ങൾ നമുക്ക് പഠിക്കാം. നോക്കിക്കേ, തമ്പി. തമ്പി എന്നുള്ളതിൻ്റെ എതിർലിംഗമാണ് എന്തുവാ? തങ്കച്ചി എന്ന് പറയാം. തമ്പി, തങ്കച്ചി. നമ്പ്യാർ, നങ്ങ്യാർ. തമ്പി, തങ്കച്ചി, നമ്പ്യാർ, നങ്ങ്യാർ. ചാക്യാർ, ഇല്ലൊടമ്മ. ചാക്യാർ, ഇല്ലൊടമ്മ. കൈമൾ, കുഞ്ഞമ്മ. പണ്ടാല, കോവിലമ്മ. മാടമ്പി, കെട്ടിലമ്മ. അങ്ങന്ന്, കൊച്ചമ്മ. നമ്പൂതിരി, അന്തർജനം. നോക്കിയേ, തമ്പി, തങ്കച്ചി, നമ്പ്യാർ, നങ്ങ്യാർ, ചാക്യാർ, ഇല്ലൊടമ്മ, കൈമൾ, കുഞ്ഞമ്മ, പണ്ടാല, കോവിലമ്മ, മാടമ്പി, കെട്ടിലമ്മ, അങ്ങന്ന്, കൊച്ചമ്മ, നമ്പൂതിരി, അന്തർജനം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക. കത്തനാർ. കത്തനാർ, ബസ്കിയമ്മ. കത്തനാർ എന്നുള്ളതിൻ്റെ എതിർലിംഗമാണ് ബസ്കിയമ്മ. മൂസദ്, മനയമ്മ. മൂസദ്, മനയമ്മ. പിഷാരടി. പിഷാരടിക്ക് പിഷാരസ്യാർ എന്നും പറയാം. അതുപോലെ നമുക്ക് എന്ത് പറയാം? ഷാരസ്യാർ എന്നും പറയാം കേട്ടോ. അപ്പം നമുക്ക് ഷാരസ്യാർ എന്നും പറയാം. പിഷാരസ്യാർ അല്ലെങ്കിൽ എന്ത് പറയാം? ഷാരസ്യാർ. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പ്രഭു എന്നുള്ളതിൻ്റെത് പ്രഭിയാണ്. പ്രഭു എന്നുള്ളതിൻ്റെ എന്താണ്? പ്രഭി. കവി, കവയിത്രി. കവി, കവയിത്രി. ഗുരു, ഗുർവി. ഈ കവയിത്രി എന്നുള്ള പദം നമുക്ക് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. പദശുദ്ധിയിൽ കയറി ചോദിക്കുന്നൊരു വാക്കാണ്. ഗുരു, ഗുർവി. വിദ്വാൻ എന്നല്ല, വിദ്വാൻ എന്നാണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, വിദ്വാൻ. വിദ്വാൻ എന്നുള്ളതിൻ്റെ എന്താണ്? വിദുഷിയാണ്. വിദ്വാൻ എന്നുള്ളതിൻ്റെ എന്താണ്? വിദുഷി. വിധുരൻ, വിധവ. വിധുരൻ, വിധവ. അപ്പം കത്തനാർ, ബസ്കിയമ്മ. മൂസദ്, മനയമ്മ. പിഷാരടി, പിഷാരസ്യാർ അല്ലെങ്കിൽ ഷാരസ്യാർ. പ്രഭു, പ്രഭി. കവി, കവയിത്രി. ഗുരു, ഗുർവി. വിദ്വാൻ, വിദുഷി. വിധുരൻ എന്നുള്ളതിൻ്റെ എതിർലിംഗം എന്താണ്? വിധവ എന്നുള്ളതാണ്. ഓക്കെ, നായകൻ. നായകൻ ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നായകൻ, നായിക. ഗായകൻ. ഗായകൻ, ഗായിക. യാചകൻ. യാചകന് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. യാചിക എന്നും യാചികി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, യാചകൻ എന്നുള്ളതിന് രണ്ട് എതിർലിംഗങ്ങളാണ് പറയുന്നത്. യാചികയും പറയുന്നുണ്ട്, യാചികയും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ പുതിയൊരു ലിപി, അതായത് പുതിയ ലിപി അനുസരിച്ച് നമുക്കിപ്പോൾ യാചകി എന്നുള്ളൊരു പദമാണ് ഉള്ളതെന്ന് പറയുന്നു കേട്ടോ. യാചകി എന്നുള്ള പദവേ ഇപ്പോൾ ഉള്ളൂ എന്ന് നിലവിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ PSC ചോദിച്ചതിനകത്ത് ഇത് രണ്ടും കയറി വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പം യാചകൻ, യാചിക അല്ലെങ്കിൽ യാചകി. ഇനി ലേഖകൻ എന്നുള്ളതിൻ്റെയോ? ലേഖകൻ എന്നുള്ളതിൻ്റെ ലേഖികയാണ്. ജനകൻ, ജനനി. കർത്താവ്, കർത്തൃ. ജേതാവ്, ജേത്രി. ദാതാവ്, ധാത്രി. നേതാവ്, നേത്രി. അപ്പം നായകൻ, നായിക. ഗായകൻ, ഗായിക. യാചകൻ, യാചിക. ലേഖകൻ, ലേഖിക. ജനകൻ, ജനനി. കർത്താവ്, കർത്തൃ. ജേതാവ്, ജേത്രി. ദാതാവ്, ധാത്രി. നേതാവ്, നേത്രി. ഓക്കെ, അടുത്ത നോക്കിക്കേ, ബാലൻ. ബാലൻ എന്നുള്ളതിൻ്റെ എതിർലിംഗം ബാലിക. സേവകൻ, സേവിക. കാവ്യൻ, കാവ്യത്തി. കരി, കരിണി. കമഠം, കമ്മഠി. കമ്മഠം, കമ്മടി. കിരാതൻ, കിരാതി. ഗണകൻ, ഗണിക. കൊമ്പൻ, പിടി. പൂവൻ, പിട. അപ്പം നോക്കിയേ, ബാലൻ, ബാലിക. സേവകൻ, സേവിക. കാവ്യൻ, കാവ്യത്തി. കരി, കരിണി. കമഠം, കമ്മടി. കിരാതൻ, കിരാതി. ഗണകൻ, ഗണിക, ഗണക. ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. ഈ ഗണക എന്നുള്ളതും ചില ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗണകൻ, ഗണിക അല്ലെങ്കിൽ ഗണക, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ.
കൊമ്പൻ പിടി, പൂവൻ എന്താണ്? പിടയാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, പൗരൻ. പൗരൻ എന്ന് പറയുന്നത് പുരന്ത്രി അല്ലെങ്കിൽ പൗരി. ഏറ്റവും ശരിയായിട്ടുള്ളത് പുരന്ത്രി എന്നുള്ള പദമാണ്. മനുഷ്യൻ മനുഷി, മാതുലൻ മാതുലാനി, ശിവൻ ശിവാനി, മോഷ്ടാവ് മോഷ്ടി, സ്വാമി സ്വാമിനി, വേടൻ വേടത്തി, ചോരൻ ചോരി. ഭാഗിനേയൻ എന്നുള്ളത് ചെയ്തോ? ഭാഗിനേയി എന്നാണ്, ഭാഗിനേയി. അപ്പോൾ എന്താണ് പൗരൻ? പൗരൻ എന്നതിൻ്റെ എതിർങ്ങാം പുരന്ത്രി അല്ലെങ്കിൽ പൗരി. മനുഷ്യൻ മനുഷി, മാതുലൻ മാതുലാനി, ശിവൻ ശിവാനി, മോഷ്ടാവ് മോഷ്ടി, സ്വാമി സ്വാമിനി, വേടൻ വേടത്തി, ചോരൻ ചോരി, ഭാഗിനേയൻ ഭാഗിനേയി. ഓക്കെ, അടുത്തത് അടിയൻ. അടിയൻ അടിയാടി, അടിയാടി അല്ലെങ്കിൽ അടിയാത്തി എന്നും പറയാം കേട്ടോ. അടിയാടി അല്ലെങ്കിൽ അടിയാത്തി. പഥികൻ പഥിക. ഭ്രാതാവ് ചോദിച്ചിട്ടുണ്ട്, സ്വസ്താവ് എന്നും ചോദിച്ചിട്ടുണ്ട്, ഭഗിനി എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭ്രാതാവ് എന്നുള്ളതിന് എന്തൊക്കെയാ? സ്വസ്താവ് അല്ലെങ്കിൽ ഭഗിനിയാണ്. യോഗി യോഗിനി, യോഗി യോഗിനി. വാര്യർ വാരസ്യാർ, വാര്യർ വാരസ്യാർ. സാക്ഷി സാക്ഷിണി, സാക്ഷി എന്നുള്ളതിൻ്റെ സാക്ഷിണി. സിംഹം സിംഹി, സിംഹിയുമുണ്ട്, പിന്നെന്തുണ്ട്? സിംഹിണി എന്നും പറയുന്നുണ്ട് കേട്ടോ. സിംഹത്തിൻ്റെത് സിംഹി അല്ലെങ്കിൽ സിംഹിണി. ക്ഷത്രിയൻ ക്ഷത്രിയാണി, ക്ഷത്രിയൻ ക്ഷത്രിയാണി. കണിയാൻ കണിയാട്ടി, കണിയാട്ടി. ഓക്കെ, അടിയൻ അടിയാടി, പഥികൻ പഥിക, ഭ്രാതാവ് സ്വസ്താവ് അല്ലെങ്കിൽ ഭഗിനി, യോഗി യോഗിനി, വാര്യർ വാരസ്യാർ, സാക്ഷി സാക്ഷിണി, സിംഹം സിംഹി അല്ലെങ്കിൽ സിംഹിണി, ക്ഷത്രിയൻ ക്ഷത്രിയാണി, കണിയാൻ കണിയാട്ടി. താതൻ. താതൻ എന്നതിൻ്റെ എതിർലിംഗം താതച്ചി, താതൻ താതച്ചി. കാള പശു, പോത്ത് എരുമ, കലമാൻ പേടമാൻ. അല്ലേ, സിംഹം നമ്മൾ നേരത്തെ പറഞ്ഞു, സിംഹം സിംഹി അല്ലെങ്കിൽ സിംഹിണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹസ്തി ഹസ്തിനി, കരി കരിണി, കൊമ്പൻ പിടി, പൂവൻ പിട. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ താതൻ താതച്ചി, കാള പശു, പോത്ത് എരുമ, കലമാൻ പേടമാൻ, സിംഹം സിംഹി അല്ലെങ്കിൽ സിംഹിണി, ഹസ്തി ഹസ്തിനി, കരി കരിണി, കൊമ്പൻ പിടി, പൂവൻ എന്താണ്? പിട എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ, വേലൻ. അല്ലേ, വേലൻ എന്നുള്ളത് എന്ത്? വേലത്തി, വേലൻ വേലത്തി. കാന്തൻ കാന്ത ചോദിച്ചിട്ടുണ്ട്, കാന്തൻ എന്നുള്ളതിൻ്റെ കാന്ത. വല്ലഭൻ എന്നുള്ളതിന് എന്താണ്? വല്ലഭ, വല്ലഭൻ വല്ലഭ. പ്രേയാൻ പ്രേയസി, പ്രേയാൻ പ്രേയസി. പൂജാരി പൂജാരിണി, പൂജാരി പൂജാരിണി. ദൂതൻ ദൂതി, ദൂതൻ ദൂതി. രക്ഷകൻ രക്ഷിക. യാത്രി യാത്രിണി. ഗൃഹസ്ഥൻ ഗൃഹസ്ഥ, ഗൃഹി ഗൃഹിണി. അപ്പം വേലനോ വേലത്തി, കാന്തൻ കാന്ത, വല്ലഭൻ വല്ലഭ, പ്രേയാൻ പ്രേയസി, പൂജാരി പൂജാരിണി, ദൂതൻ ദൂതി, രക്ഷകൻ രക്ഷിക, യാത്രി യാത്രിണി, ഗൃഹസ്ഥൻ ഗൃഹസ്ഥ, ഗൃഹി ഗൃഹിണി. ഓക്കെ ആണോ? അടുത്ത് നോക്കിക്കേ, ദ്വിജൻ. ദ്വിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ദ്വിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണനാണ് കേട്ടോ. അപ്പം ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെ ഒരു പര്യായ പദമാണ്, അതായത് പര്യായ പദത്തിൽ വരുന്നതാണ് എന്തുവാ? ദ്വിജൻ എന്നുള്ള വാക്ക്. ഓക്കെ, ദ്വിജൻ ദ്വിജ. മഹാൻ മഹതി, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മഹാൻ മഹതി. കേമൻ കേമി, കേമൻ കേമി ചോദിച്ചതാണ്. ധനവാൻ ധനവതി, പതി പത്നി, യോഗി യോഗിനി, യോഗി യോഗിനി ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പിതാമഹൻ പിതാമഹി, മാതാമഹൻ മാതാമഹി. അതിലേക്ക് ശ്വശൂരൻ എന്നുള്ളതിൻ്റെ എതിർലിംഗം ഇപ്പം ഈ ഇടയ്ക്ക് ചോദിച്ചു, ശ്വശുറു. അപ്പം നോക്കിക്കേ, ദ്വിജൻ ദ്വിജ, മഹാൻ മഹതി, കേമൻ കേമി, ധനവാൻ ധനവതി, പതി പത്നി, യോഗി യോഗിനി, പിതാമഹൻ പിതാമഹി, മാതാമഹൻ മാതാമഹി, ശ്വശൂരൻ ശ്വശുറു. ഓക്കെ അല്ലയോ? ഓക്കെ, ജാമാതാവ്. ജാമാതാവ് എന്നുള്ളതിൻ്റെ ഇപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ജാമാതാവ് സ്നുഷ. ജാമാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകനല്ലേ, അപ്പം മരുമകൾക്ക് സ്നുഷ എന്ന പേര് പറയും. അപ്പം അങ്ങനെ ആ രീതിയിലാണ് ചോദിച്ചത്.
പൗത്രൻ പൗത്രി പൗത്രൻ പൗത്രി, ദൗഹിത്രൻ ദൗഹിത്രി, കർഷകൻ കർഷക, ഫോജി ഫോജിനി, സമ്പാദകൻ സമ്പാദിക, ചാതകം ചാതകി, പ്രസാധകൻ പ്രസാധിക, ദർശകൻ ദർശന. ഒന്നുകെ ജാമാതാവ് സ്നുഷ, പൗത്രൻ പൗത്രി, ദൗഹിത്രൻ ദൗഹിത്രി, കർഷകൻ കർഷക, ഫോജി ഫോജിനി, സമ്പാദകൻ സമ്പാദിക, ചാതകം ചാതകി, പ്രസാധകൻ പ്രസാദിക, ദർശകൻ ദർശന. ഇത് നമ്മൾ കുറേയേറെ സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവുമാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എപ്പോഴും നമുക്കൊരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യന് കുറച്ചും കൂടെ ഉണ്ട്. അപ്പം നോക്കാം. ജനയിതാവ്, ജനയിതാവ് എന്നുള്ളതിൻ്റെ എന്താണ്? ജനയിതാവ് ജനയിത്രിയാണ്. ജനയിതാവ് ജനയിത്രി, രചയിതാവ് രചയിത്രി, സൂതൻ സൂത, സൂതൻ എന്നുള്ളതിന് എന്താണ്? സൂത, ഭൃത്യൻ ഭൃത്യ, രോഗി രോഗിണി, വിരഹി വിരഹിണി, അനുഗൃഹീതൻ അനുഗൃഹീത, അധ്യാപകൻ അധ്യാപിക, ജനകൻ ജനനി. ജനകൻ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ് ജനനി. അപ്പൊ ജനയിതാവ് ജനയിത്രി, രചയിതാവ് രചയിത്രി, സൂതൻ സൂത, ഭൃത്യൻ ഭൃത്യ, രോഗി രോഗിണി, വിരഹി വിരഹിണി, അനുഗൃഹീതൻ അനുഗൃഹീത, അധ്യാപകൻ അധ്യാപിക, ജനകനോ ജനനി എന്നുള്ളതാണ്. ശ്രോതാവ്, ശ്രോതാവ് എന്നുള്ളതിൻ്റെ എതിർലിംഗം എന്താണ്? ശ്രോത്രി എന്നുള്ളതാണ്. ശ്രോതാവ് എന്നുള്ളതിൻ്റെ എന്താണ്? ശ്രോത്രി. ശ്രോതാവ് ശ്രോത്രി. ഘാതകൻ, ഘാതകൻ എന്നുള്ളത് ഘാതകി, ഘാതകൻ ഘാതകി, തച്ചാൻ തച്ചാട്ടി, തച്ചാൻ എന്നുള്ളതിൻ്റെ എതിർലിംഗം തച്ചാട്ടി, തരുണൻ തരുണി, തരുണൻ തരുണി, തപസി തപസ്വിനി, തപസി തപസ്സിനി, ത്വര ത്വരശാണി, ത്വര ത്വരശാണി, പക്ഷി പക്ഷിണി, പ്രാണി പ്രാണിനി, പൊതുവാൾ പൊതുവാൾസ്യാർ. നോക്കാം. ശ്രോതാവ് എന്നുള്ളത് ശ്രോത്രി, ഘാതകൻ ഘാതകി, തച്ചാൻ തച്ചാട്ടി, തരുണൻ തരുണി, തപസ്സി തപസ്സിനി, ത്വര ത്വരശാണി, പക്ഷി പക്ഷിണി, പ്രാണി പ്രാണിനി, പൊതുവാൾ എന്നുള്ളതോ പൊതുവാൾസ്യാർ എന്നുള്ളതാണ്. പൊതുവാൾസ്യാർ. മാരാർ, മാരാർ മാരസ്യാറാണ്. വാര്യർ വാരസ്യാർ, തരകൻ തരകസ്യാർ, എംബ്രാൻ എംബ്രാട്ടി, ഊരാളി ഊരാട്ടി, ഊരാളി ഊരാട്ടി, പുലയൻ പുലച്ചി, പറയൻ പറച്ചി, നായർ നേത്യാർ അല്ലെങ്കിൽ അച്ചി. അപ്പം മാരാർ മാരസ്യാർ, വാര്യർ വാരസ്യാർ, തരകൻ തരകസ്യാർ, എംബ്രാൻ എംബ്രാട്ടി, ഊരാളി ഊരാട്ടി, പുലയൻ പുലച്ചി, പറയൻ പറച്ചി, നായർ നേത്യാർ അല്ലെങ്കിൽ അച്ചി. ഓക്കെയാണോ? കുറച്ച് എന്താണ് പറഞ്ഞത്? എതിർലിംഗങ്ങൾ പറഞ്ഞു പോയതാണ്. കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമരം പിടിക്കുക. അപ്പം നമുക്ക് ഈ ഇടയ്ക്ക് നടന്ന ബീറ്റ് ഫോറസ്റ്റിൻ്റെ എക്സാമിനാണെന്ന് ചോദിച്ചത് തോന്നുന്നു. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. ശരിയായി പിടിക്കുക, വെളിച്ചമില്ലാതാക്കുക, വഴി കാണിക്കുക, കഠിന പ്രയത്നം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? അമരം പിടിക്കുക. അമരം പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വഴി കാണിക്കുക എന്നുള്ളതാണ്. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വഴി കാണിക്കുക. നമുക്ക് കുറച്ച് ശൈലികൾ നോക്കാം. അമരക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? അമരക്കാരൻ നിയന്ത്രിക്കുന്ന ആളാണ് എന്തുവാ? അമരക്കാരൻ. എന്നാൽ അമരം തെറ്റുക, അമരം തെറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന ആൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? അപകടത്തിലാവുകയില്ലേ? അപ്പം അപകടത്തിലാവുക. അങ്കുലി പരിമിതം, അങ്കുലി പരിമിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നതെന്നാണ്. അജഗജാന്തരം. എന്താ അജഗജാന്തരം? അജഗജാന്തരം എന്ന് വെച്ചാൽ വലിയ വ്യത്യാസം എന്നാണ്. അപ്പം നമുക്ക് പരീക്ഷകൾക്കൊക്കെ ഈ വാക്യങ്ങൾ തന്നിട്ട് ചോദിക്കാറുണ്ട്, അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. തെറ്റാണ്, ആ ഒരു സെന്റൻസ് തെറ്റാണ്. കാരണം എന്താ? അജഗജാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വ്യത്യാസം, പിന്നെയും വേറെ വ്യത്യാസമെന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അജഗജാന്തരം എന്നാൽ ഓർക്കുക, വലിയ വ്യത്യാസം. അലകും പിടിയും മാറ്റുക. എന്താ അലകും പിടിയും മാറ്റുക? അപ്പം അലകും പിടി നമ്മൾ ചത്തി ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ അലകും പിടി എന്ന് വെച്ചാൽ പിടിഭാഗവും എന്നിട്ട് ആ മൂർച്ചുള്ള ഭാഗവും മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മൊത്തത്തിൽ അങ്ങ് മാറ്റുക എന്നല്ലേ. അപ്പം അലകും പിടിയും മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും അഴിച്ച് പണിയുക എന്നാണ്.
അധരവ്യായാമം. അധരവ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെയുള്ള സംസാരമാണ്, ചുമ്മാതെ നടന്ന് സംസാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അധരവ്യായാമം എന്ന് പറഞ്ഞ വെറുതെയുള്ള സംസാരം. അഷ്ടമത്തിൽ ശനി അല്ലേ, നമ്മളെപ്പോഴും പറയുമോ കഷ്ടകാലം, വലിയ കഷ്ടകാലമാണ് അഷ്ടമത്തിൽ ശനി എന്നൊക്കെ പറയുമ്പോൾ എന്താ, വലിയ കഷ്ടകാലമാണ്. അഴകിയ രാവണൻ. അഴകിയ രാവണൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സിനിമ തന്നെയുണ്ട് ഇല്ലേ, അഴകിയ രാവണൻ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെയുണ്ട്. ആ സിനിമയിൽ മമ്മൂട്ടിയുടെയാണ് ആ സിനിമ. അപ്പോൾ അതിൽ മമ്മൂട്ടി എങ്ങനെയാണ് എപ്പോഴും അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്ന് പൊങ്ങച്ചം കാണിച്ച് നടക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ അണിഞ്ഞൊരുങ്ങി സുന്ദരനാകുന്നവനെ പറഞ്ഞ പേരാണ് എന്തുവാ, അഴകിയ രാവണൻ എന്ന് പറയുന്നത്. ഇഞ്ചി കടിക്കുക. ഇഞ്ചി കടിക്കുക എന്ന് വെച്ചാൽ എന്താ, കഠിനമായിട്ട് ദേഷ്യപ്പെടുക എന്നാണ് കേട്ടോ. ഇഞ്ചി കടിക്കുക എന്ന് വെച്ചാൽ എന്താണ്, കഠിനമായിട്ട് ദേഷ്യപ്പെടുക. ഇനി എന്താ, ഇലയിട്ട് ചവിട്ടുക. എന്താ ഇലയിട്ട് ചവിട്ടുക എന്ന് വെച്ചാൽ ഒരില എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ചവിട്ടുന്നു, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യല്ലേ, അപ്പം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അടുത്ത നോക്കിക്കേ, ഉപ്പ് കൂട്ടി തിന്നുക. ഉപ്പ് കൂട്ടി തിന്നുക എന്ന് വെച്ചാൽ നന്ദി കാണിക്കുക എന്നാണ്. ഉപ്പ് കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉണ്ട ചോറ് കല്ലിടുക. അപ്പോൾ ഉണ്ടിട്ട് ചോറിനകത്ത് കല്ലിട്ടിട്ട് അങ്ങ് പോവുക. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്ദികേട് കാണിക്കുകയല്ലേ. അപ്പോൾ ഉപ്പ് കൂട്ടി തിന്നുക എന്ന് വെച്ചാൽ നന്ദി കാണിക്കുക, ഉണ്ട ചോറ് കല്ലിടുക എന്ന് വെച്ചാൽ എന്താ, നന്ദികേട് കാണിക്കുക എന്നുള്ളതാണ്. അടുത്ത് നോക്കിയാൽ ഉപ്പും ചോറും തിന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രിതനായിട്ട് കഴിയുക. അപ്പോൾ ഇത് മൂന്ന് ഓർത്തിരിക്കണം. ഉപ്പ് കൂട്ടി തിന്നുക എന്ന് വെച്ചാൽ നന്ദി കാണിക്കുക എന്നാണ്. ഉപ്പും ചോറും തിന്നുക എന്ന് പറയുമ്പോൾ ആശ്രിതനായിട്ട് കഴിയുന്നു. ഉണ്ട ചോറ് കല്ലിടുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, നന്ദികേട് കാണിക്കുന്നു. ഇനി നോക്കിക്കേ, ഉടച്ചു വാർക്കുക. ഇത് ഉടച്ചു വാർക്കുക എന്ന് വെച്ചാൽ ഉടച്ചു വാർക്കുക, അതും മൊത്തത്തിൽ അഴിച്ച് പണിയുന്നതിനാണ് നമ്മളൊന്ന് ഉടച്ചു വാർക്കുക എന്ന് പറയുന്നത്. ഉമ്മാക്കി കാട്ടുക. നമ്മൾ പറയാറുണ്ടല്ലോ, ഉമ്മാക്കിയായിട്ട് പേടിപ്പിക്കൽ എന്നൊക്കെ പറയാറുണ്ട്. എന്താ, വെറുതെ ഭയപ്പെടുത്തുക. ഉമ്മാക്കി കാട്ടുക, വെറുതെ ഭയപ്പെടുത്തുക. ഏഴാം കൂലി. ഏഴാം കൂലി എന്ന് വെച്ചാൽ എന്താ, നിസ്സാരൻ എന്നാണ്. ഏഴാം കൂലി എന്ന് പറഞ്ഞാൽ എന്താണ്, നിസ്സാരൻ. അതായത് അംഗീകാരം ഇല്ലാത്തതിനെയൊക്കെ പറയുന്നതാണ് ഏഴാം കൂലി എന്നൊക്കെ പറയുന്നത്. എലി പോലെ വിറയ്ക്കുക. എലി പോലെ വിറയ്ക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് ഭയപ്പെടുക അല്ലേ. എലി പോലെ വിറയ്ക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് ഭയപ്പെടുക. ഒച്ചിഴയുക. ഒച്ചിഴയുന്നത് അറിയാലോ, വേഗത കുറവാണ്. ഇപ്പം ഉപ്പും ചോറും തിന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആശ്രിതനായിട്ട് കഴിയുക എന്നാണ് അല്ലേ. ആശ്രിതനായിട്ട് കഴിയുക. ഉടച്ചു വാർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അഴിച്ചു പണിയില്ലേ. ഉടച്ചു വാർക്കുക, അഴിച്ചു പണിയുക. ഇനി ഉമ്മാക്കി കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു വെറുതെ പേടിപ്പിക്കുക അല്ലേ, വെറുതെ ഭയപ്പെടുത്തുക. ഏഴാം കൂലി. ഏഴാം കൂലി എന്ന് വെച്ചാൽ നിസ്സാരൻ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാം, അംഗീകാരം ഇല്ലാത്തവൻ എന്നൊക്കെ പറയാം അല്ലേ. നിസ്സാരൻ അല്ലെങ്കിൽ എന്താ പറയാം, അംഗീകാരം ഇല്ലാത്തവൻ. ഓക്കെ, അംഗീകാരം ഇല്ലാത്തവൻ എന്നാണ്. ഇനി എന്താണ്, എലി പോലെ വിറയ്ക്കുക. എലി പോലെ വിറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നന്നായിട്ട് പേടിക്കുക അല്ലേ. നന്നായിട്ട് ഭയപ്പെടുന്നതിന് പറഞ്ഞാണ് എലി പോലെ വിറയ്ക്കുക എന്ന് പറയും. ഇനി ഒച്ചിഴയുക. ഒച്ചിഴയെന്ന് എന്ന് പറയുമ്പോൾ ഒച്ചിൻ്റെ വേഗത എങ്ങനെയാ, ഭയങ്കര കുറവാണ് അല്ലേ. അപ്പോൾ ഒച്ചിഴയുക എന്ന് വെച്ചാൽ വേഗത കുറവിനെയാണ് ഒച്ചിഴയുക എന്ന് പറയുന്നത്. കണ്ടകശനി. കണ്ടകശനി വലിയ കഷ്ടകാലമാണ്. കണ്ടകശനി, അഷ്ടമതി ശനി, ശനി എവിടെ വന്നാലും എന്താ കഷ്ടകാലമാണ് അല്ലേ. ഓക്കെ, കണ്ടകശനി എന്ന് വെച്ചാൽ വലിയ കഷ്ടകാലം. ഇനി നോക്കിയേ, കണ്ണിൽ പൊടിയിടുക. കണ്ണിൽ പൊടിയിടുക, നമ്മളെ പറ്റിക്കുക, കബളിപ്പിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, കൂപമണ്ഡൂപം. എന്താ കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ, കൂപമണ്ഡൂകം. മണ്ഡൂകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂപം എന്ന് വെച്ചാൽ കിണർ, മണ്ഡൂകം എന്ന് വെച്ച് കഴിഞ്ഞാൽ തവള. അപ്പം കിണറ്റിലെ തവളയാകുമ്പോൾ കിണറ്റിലെ കാര്യങ്ങളെ അതിനറിയത്തുള്ളൂ അല്ലേ. അപ്പം ലോകവിവരം ഇല്ലാത്തവനെ പറയുന്നതാണ് എന്തുവാ, കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. അടുത്തത് കീശയിൽ കൈയിട്ട് നടക്കുക. എന്താ കീശയിൽ കൈയിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ, ജോലി ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ നടക്കുന്നതില്ലേ, അപ്പം അതിന് പറയുന്നത് എന്തോ, കീശയിൽ കൈയിട്ട് നടക്കുക. കുടത്തിലെ വിളക്ക്. എന്താ കുടത്തിലെ വിളക്ക് എന്ന് പറയുമ്പോൾ, ഒരു കുടത്തിനകത്ത് വിളക്കിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയോ, ഇല്ല, അറിയപ്പെടാത്ത, അതായത് പുറത്തറിയാത്ത ഒരു യോഗ്യത എന്നാണ്, പുറത്തറിയാത്ത യോഗ്യത. കുതിര കയറുക. കുതിര കയറുക കാര്യമില്ലാതെ, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ആവശ്യമില്ലാതെ കുതിര കയറാൻ വരില്ലേ. അപ്പോൾ കുതിര കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ലാതെ ഉപദ്രവിക്കുക. ഓക്കെ, കുഴി ചാടിക്കുക. എന്താ കുഴി ചാടിക്കുക, അപകടത്തിലാക്കുക. കുഴി ചാടിക്കുക, അപകടത്തിലാക്കുക. ചക്രം ചവിട്ടുക. ഞങ്ങൾ ചക്രം ചവിട്ടുകയാണെന്ന് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുക എന്നാണോ. ചക്രം ചവിട്ടുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുക എന്നാണ്. അപ്പോൾ കണ്ണിൽ പൊടിയിടുക, കബളിപ്പിക്കുക. കൂപമണ്ഡൂകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകവിവരം ഇല്ലാത്തവനെന്നാണ്. കീശയെ കൈയിട്ട് നടക്കുക, ജോലിയൊന്നും ചെയ്യാതെ നടക്കുക. കുടത്തിലെ വിളക്ക് എന്ന് പറയുമ്പോൾ പുറത്തറിയാത്ത യോഗ്യത എന്നാണ്. കുതിര കയറുക, കാര്യമില്ലാതെ ഉപദ്രവിക്കുക. കുഴി ചാടിക്കുക, അപകടത്തിലാക്കുക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. ഓക്കെ, അടുത്ത് നോക്കിയേ, ചെമ്പ് തെളിയുക. എന്താ ചെമ്പ് തെളിയുക എന്ന് വെച്ചാൽ, ചെമ്പൊക്കെ തെളിഞ്ഞ് സത്യം പുറത്തായി അല്ലേ. തത്തമ്മച്ചൊല്ല്. തത്തമ്മച്ചൊല്ല് എന്ന് പറയുമ്പോൾ, തത്തമ്മ നമ്മൾ പറയുന്നത് കേട്ട് പറയത്തേ ഉള്ളൂ അല്ലേ. അല്ല തത്തമ്മ തനിയെ പറയത്തില്ലല്ലോ, ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യം കേട്ടാ പറയുന്നത്. അപ്പം തത്തമ്മച്ചൊല്ല് എന്ന് പറയുമ്പോൾ പറയുന്നത് ഏറ്റ് പറയുക എന്നാണ്. തിരി എണ്ണിക്കുക. തിരി എണ്ണിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുക എന്നാണ്. ബുദ്ധിമുട്ടിക്കുക.
ദീപാവളി കുളിക്കുക. എന്താ ദീപാവളി? ഉള്ളതെല്ലാം ദീപാവളി കുളിച്ച് തീർത്ത്, ഇങ്ങനെ പറയും, ധൂർത്തടിക്കുക. ഇനി ധൃതരാഷ്ട്രാലിംഗനം. എന്താ ധൃതരാഷ്ട്രാലിംഗനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം നടിച്ച് നശിപ്പിക്കുക. ചില ആൾക്കാരുണ്ടല്ലേ സ്നേഹമൊക്കെ നടിച്ചിട്ട് മുദ്ര അങ്ങ് നശിപ്പിക്കുക, അവരെങ്ങനെ നശിപ്പിക്കുക. ഇനി നമ്മൾ എന്താ പറയുന്നത്? ധൃതരാഷ്ട്രാലിംഗനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എനിക്ക് മിക്കവാറും സിനിമകളിലൊക്കെ ഈ ധൃതരാഷ്ട്രാലിംഗനം, അതായത് ചില കോമഡി താരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ സ്നേഹം നടിച്ച് എന്ത് ചെയ്യുക? നശിപ്പിക്കുകയാണ് കേട്ടോ. നാന്ദി കുറിക്കുക. നാന്ദി കുറിക്കുക എന്ന് വെച്ചാൽ എന്താ? തുടക്കം കുറിക്കുക. നാന്ദി കുറിക്കുക എന്ന് വെച്ചാൽ എന്താണ്? തുടക്കം കുറിക്കുക. നക്ഷത്രം എണ്ണിക്കുക. എന്താ നക്ഷത്രം എണ്ണിക്കുക? കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക എന്ന് വെച്ചാൽ എന്താണ്? കഷ്ടപ്പെടുത്തുക എന്നാണ്. നെല്ലിപ്പലക കാണും. അയ്യോ, നമ്മൾ എന്തുവാ നെല്ലിപ്പലക കണ്ട് എന്നൊക്കെ പറയാറുണ്ട്, നെല്ലിപ്പലക കണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ? അവസാനം ക്ഷമയുടെ നെല്ലിപ്പലക, അതാ ഓർത്തത്. അപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് എന്നൊക്കെ പറയാം. അപ്പം നെല്ലിപ്പലക കാണുക എന്ന് വെച്ചാൽ എന്താ? അവസാനം കാണുക, അവസാനം കാണുക. അടുത്ത പമ്പരം ചുറ്റിക്കുക. പമ്പരം ചുറ്റിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്രയാസപ്പെടുത്തുക എന്നാണ്. 11-ാം മണിക്കൂർ. എന്താ 11-ാം മണിക്കൂർ എന്ന് വെച്ചാൽ അവസാന നിമിഷം. പർവ്വതീകരിക്കുക. പർവ്വതീകരിക്കുക അറിയാലോ, ചെറിയൊരു കാര്യമായിരിക്കും, അത് വലുതാക്കുന്നതിനാണ് പർവ്വതീകരിക്കുക എന്ന് പറയുന്നത്. ഭഗീരഥ പ്രയത്നം. എന്താ ഭഗീരഥ പ്രയത്നം? കഠിനമായ പരിശ്രമമാണ്. ഭഗീരഥ പ്രയത്നം എന്ന് വെച്ചാൽ എന്താ? കഠിനമായ പരിശ്രമം. എന്താണ് ഭരതവാക്യം? ഭരതവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതവാക്യം അവസാനം എന്നാണ്. ഭരതവാക്യം ചൊല്ലുക എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനമാണ്. മണവാളം ചമയുക. മണവാളം ചമയുക എന്ന് വെച്ചാൽ എന്താ? വേഷം കെട്ടി അങ്ങ് നടക്കുക. മണവാളം ചമയുക, വേഷം കെട്ടി നടക്കുക. ഓക്കെ ആണോ? അടുത്തത് നക്രബാഷ്പം. നക്രബാഷ്പം, മുതലക്കണ്ണി എന്നൊക്കെ കള്ളക്കരച്ചിൽ. കള്ളക്കരച്ചിലിനെയാണ് നക്രബാഷ്പം എന്ന് പറയുന്നത്. ഇനിയോ വനരോധനം. വനരോധനം, ഒരു വനത്തിന് നടിച്ചു നിന്ന് നിലവിളിക്കുക. ആരെങ്കിലും കേൾക്കുമോ? ഇല്ലല്ലോ. അപ്പം ആരും കേൾക്കാത്ത കരച്ചിൽ. ഇനി നോക്കിക്കേ, വിഹക വീക്ഷണം. വിഹകം എന്ന് വെച്ചാൽ എന്താ? പക്ഷി എന്നല്ലേ. അപ്പം പക്ഷിയുടെ നോട്ടം. പക്ഷേ ഒരു പക്ഷിയുടെ നോട്ടം, ഉയരത്തിൽ പറക്കുന്നൊരു പക്ഷി, താഴെ അതിന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് പരുന്തിനെ നോക്കാം. പരുന്ത് ഇങ്ങനെ മേളിൽ കിടന്ന് പറക്കും, താഴെ കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ റാഞ്ചി കൊണ്ടങ്ങ് പോത്തില്ലേ. അപ്പോൾ ആകെ അത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക എവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളല്ലേ. അപ്പോൾ ആകെയുള്ള ആ ഒരു നോട്ടത്തെ പറയുന്നതാണ് എന്തുവാ? വിഹക വീക്ഷണം എന്ന് പറയുന്നത്. വെള്ളരിക്കാപട്ടണം. വെള്ളരിക്കാപട്ടണം എന്നൊക്കെ പറയും. നീതിയും നിറയും കെട്ട സ്ഥലം. നാഥനില്ല കളരി. വെള്ളരിക്കാപട്ടണം, ഇതൊക്കെ എന്താണ്? നീതിയും നിറയും കെട്ട സ്ഥലത്തെ പറയുന്നതാണ്. ഇനി വേദവാക്യം എന്ന് വെച്ചാൽ എന്താ? വേദവാക്യം ലംഘിക്കാൻ കഴിയാത്തതാണ്. വേദവാക്യം എന്ന് വെച്ചാൽ ലംഘിക്കാൻ കഴിയാത്തത്. അലംഘനീയമായ വാക്ക് എന്നൊക്കെയാണ് നമുക്ക് PSC ഓപ്ഷൻ വന്നത് കേട്ടോ. ഇനി ശിങ്കിടി പാടുക. എന്താ ശിങ്കിടി പാടുക? ശിങ്കിടി പാടുക സഹായിയായിട്ട് നിൽക്കുക. ശിങ്കിടി പാടുക സഹായിയായി നിൽക്കുക. കഥകളിയിലെ, അതായത് കഥകളിയിലെ 2 പാട്ടുകാരുണ്ട് ഇല്ലയോ, അതിലൊന്നാണ് ശിങ്കിടി. ശിങ്കിടി പാടുക സഹായിയായിട്ട് നിൽക്കുക. ഓക്കെ, ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചുരുക്കി പറയുക. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. അതെനിക്ക് ശവത്തിൽ കുത്തുക. അറിയാലോ, ശവത്തിൽ കുത്തുക എന്ന് വെച്ചാൽ എന്താ? അവശന്മാരെ ഉപദ്രവിക്കുക. അവശനായിട്ട് കിടക്കുന്ന ആളായിരിക്കും, അയാളെ വീണ്ടും ഉപദ്രവിക്കുന്നതിനെ പറയുന്നതാണ് എന്തുവാ? ശവത്തിൽ കുത്തുക എന്ന് പറയുന്നത്. ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് സങ്കടപ്പെടുത്തുക എന്നാണ്. ശതകം ചൊല്ലിക്കുക, സങ്കടപ്പെടുത്തുക. സിംഹാവലോകനം. സിംഹാവലോകനം എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള നോട്ടം എന്നാ, ആകെപ്പാടെയുള്ള ഒരു നോട്ടം. ഇത്തിൽ കണ്ണി പിടിക്കുക. ഇത്തിൽ കണ്ണി പിടിക്കുക എന്ന് വെച്ചാൽ നല്ല ആൾക്ക് ചീത്ത കൂട്ടിട്ടുണ്ടാവുക. അതാണ് ഇത്തിൽ കണ്ണി പിടിക്കുക എന്നാണ്. നല്ല ആൾക്കാർക്ക് ചീത്ത കൂട്ടിട്ടുണ്ടാവുക. ഉദകം ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ദാനം ചെയ്യുക. ഉദകം ചെയ്യുക, ദാനം ചെയ്യുക. കരതലാമലകം. കരതലാമലകം എന്ന് വെച്ചാൽ അതിസ്പഷ്ടമാണ്. കരതലാമലകം എന്ന് വെച്ചാൽ എന്താ? അതിസ്പഷ്ടം. നെയ്യിൽ കൈമുക്കുക. എന്താ നെയ്യ് കൈമുക്കുക എന്ന് വെച്ചാൽ സത്യം ചെയ്യുക എന്നാണ്. നെയ്യിൽ കൈമുക്കുക എന്ന് വെച്ചാൽ എന്താണ്? സത്യം ചെയ്യുക. ശതകം ചൊല്ലിക്കുക, സങ്കടപ്പെടുത്തുക. സിംഹാവലോകനം, ആകപ്പാടെയുള്ളൊരു നോട്ടം. ഇത്തിൽ കണ്ണി പിടിക്കുക, നല്ല ആൾക്ക് ചീത്ത കൂട്ടിട്ടുണ്ടാവുക. ഉദകം ചെയ്യുക, ദാനം ചെയ്യുക. കരതലാമലകം, അതിസ്പഷ്ടം. നെയ്യിൽ കൈമുക്കുക, സത്യം ചെയ്യുക. ഓക്കെ. ത്രിശങ്കുസ്വർഗം. ത്രിശങ്കുസ്വർഗം എന്ന് വെച്ചാൽ എന്താ? എങ്ങും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് പറയുന്നതാണ് ത്രിശങ്കുസ്വർഗം എന്ന് പറയും. ഇനി പാർശ്വവർത്തികൾ എന്ന് പറഞ്ഞാൽ, പാർശ്വവർത്തികൾ എന്ന് വെച്ചാൽ അനുയായികളെയാണ് പാർശ്വവർത്തികൾ എന്ന് പറയുന്നത്. നാരദൻ ഏഷണിക്കാരനാണ്. ഏകോദര സഹോദരന്മാർ എന്ന് വെച്ചാൽ പരസ്പരം സ്നേഹവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരെ പറയുന്നതാണ് ഏകോദര സഹോദരന്മാരെന്ന്. ധനാശി പാടുക. എന്താ ധനാശി പാടുക? അവസാനിപ്പിക്കുക അല്ലേ. ധനാശി പാടുക, അവസാനിപ്പിക്കുക. കേളി കൊട്ടുക, ആരംഭിക്കുക. ഇത് 2 കഥകളിലെ ചടങ്ങുകളാണ്.
അമ്പലം വിഴുങ്ങുക. എന്താ അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അയാൾ അമ്പലം വിഴുങ്ങുക എന്നൊക്കെ പറയാറുണ്ട്. എന്തോ മുഴുവനായിട്ട് കൊള്ളയടിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ എന്തുവാ അമ്പലം വിഴുങ്ങുക എന്ന് പറയുന്നത്. ഏഷണി കൂട്ടുക എന്ന് വെച്ചാൽ എന്താ? ഏഷണി കൂട്ടുക ഇല്ലാത്തത് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക ഇല്ലയോ? ഏഷണി കൂട്ടുക ഇല്ലാത്തത് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക. ഓക്കെ. അരിയറ്റ് പോവുക. അരിയറ്റ് പോവുക എന്ന് വെച്ചാൽ മരിക്കുക. തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞാലും മരിക്കുക എന്നാണ്. അരിയറ്റ് പോവുക മരിക്കുക, തെക്കോട്ട് പോവുക മരിക്കുക. ഓട്ടക്കൈ. ഓട്ടക്കയ്യ എന്ന് പറയും. ഓട്ടക്കയ്യ എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര ചിലവാണ് അല്ലേ? ഓട്ടക്കൈ എന്ന് പറയുമ്പോൾ വലിയ ചിലവെന്നാണ്. കച്ച കെട്ടുക. എന്താ കച്ച കെട്ടുക എന്ന് വെച്ചാൽ തയ്യാറെടുക്കുക, തയ്യാറാവുക. ആകാശക്കോട്ട. നമ്മൾ ആകാശക്കോട്ടയൊക്കെ കെട്ടാറുണ്ട്, മനോരാജ്യം കാണുക അല്ലേ? ഇനി കറവപ്പശു. കറവപ്പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭകരമായ വസ്തുവിനെ പറയുന്നതാണ് എന്തുവാ? കറവപ്പശു എന്ന്. ഓക്കെ. കാർക്കോടക നയം. കാർക്കോടക നയം എന്ന് വെച്ചാൽ രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം. നെല്ലിപ്പടി കാണുക. നമ്മൾ നേരത്തെ പറഞ്ഞ് അടിസ്ഥാനം വരെ ചെല്ലുക അല്ലേ? എന്ന് വെച്ചാൽ അവസാനം കാണുക. നെല്ലിപ്പടി കാണുക, അടിസ്ഥാനം വരെ ചെല്ലുക. കുറച്ച് ശൈലികളാണ് നമ്മൾ പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇനി അടുത്തത് നോക്കിക്കേ. ആ ക്വസ്റ്റ്യൻ തന്നെ ഉള്ളതാണ്. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ഉപക്രമം, ക്രമം, വിപ്രമം, ഉപമം, ഉപസംഹാരം. ഉപക്രമം ഉപസംഹാരമാണ്. ഉപക്രമം എന്നുള്ളതിന് എന്താണ്? ഉപസംഹാരം. ഓക്കെ. അപ്പം നമുക്ക് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. ഭൗമം, അഭൗമം, ഭൂഷണം, ദൂഷണം, ഭാഗ്യം, നിർഭാഗ്യം, ഭൃത്യൻ, യജമാനൻ, മന്ദം, ശീഘ്രം, മമ, തവ. നോക്കിക്കേ. ഭൗമം, അഭൗമം, ഭൂഷണം, ദൂഷണം, ഭാഗ്യം, നിർഭാഗ്യം, ഭൃത്യൻ, യജമാനൻ, മന്ദം, ശീഘ്രം, മമ, തവ. മണ്ണ്, വിണ്ണ്, മുന്നിടുക, പിന്നിടുക, മൈനർ, മേജർ, മുദിത, കുപിത, മുഗ്ധം, വിമുഗ്ധം, യജ്ഞം, അയജ്ഞം, യുക്തം, അയുക്തം, യഥാ, തഥാ, രക്ഷ, ശിക്ഷ. രക്ഷ, ശിക്ഷ. അടുത്തത് രഹിതം. രഹിതം, സഹിതം, രവം, നീരവം, രൗദ്രം, ശാന്തം, ലഘു, ഗുരു, ലഘിമ, ഗരിമ, ലഘുത്വം, ഗുരുത്വം, ലോപം, അലോപം, ലോഹ്യം, അലോഹ്യം. രഹിതം, സഹിതം, രവം, നീരവം, രൗദ്രം, ശാന്തം, ലഘു, ഗുരു, ലഘിമ, ഗരിമ, ലഘുത്വം, ഗുരുത്വം, ലോപം, അലോപം, ലോഹ്യം, അലോഹ്യം. ലളിതം, കഠിനം, ലാഘവം, ഗൗരവം, ലംഘ്യം, അലംഘ്യം, വാച്യം, വ്യംഗ്യം, വികാസം, സങ്കോചം, വിശാലം, സങ്കുചിതം, വിമുഖം, ഉന്മുഖം, വിയോഗം, സംയോഗം. ലളിതം, കഠിനം, ലാഘവം, ഗൗരവം, ലംഘ്യം, അലംഘ്യം, വാച്യം, വ്യംഗ്യം, വികാസം, സങ്കോചം, വിശാലം, സങ്കുചിതം, വിമുഖം, ഉന്മുഖം, വിയോഗം, സംയോഗം. വിരക്തി, ആസക്തി, വിരളം, സരളം അല്ലെ? അല്ലെങ്കിൽ അവിരളമെന്നും പറയാം. വൈധർമ്മ്യം, സാധർമ്മ്യം, വൃഷ്ടി, സമഷ്ടി, വന്ദിതം, നിന്ദിതം. വന്ദിതം, നിന്ദിതം. വൃഷ്ടി ഇടയ്ക്ക് ചോദിച്ച വാക്കാണ്. വാചാലൻ. വാചാലൻ അധികം സംസാരിക്കുന്ന ആളാണ്. വാഗ്മി ഇല്ലേ? കുറച്ച് സംസാരിക്കുന്ന ആളെ വാഗ്മി എന്നാണ് പറയുന്നത്. വിരസം, സരസം, വിഷണ്ണൻ, വിഷണ്ണ, പ്രസന്ന. അപ്പം വിഷണ്ണൻ, പ്രസന്നൻ. വിഷണ്ണൻ എന്ന് വെച്ചാൽ ദുഃഖിതൻ. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. വിരക്തൻ, ആസക്തൻ, വ്യവകലനം, സങ്കലനം, വർണ്ണ്യം, അവർണ്ണ്യം, വർജ്യം, സ്വീകാര്യം, വിദേശം, സ്വദേശം, വിഫലം, സഫലം, വിയോഗം, സംയോഗം. ഓക്കെ. വിരക്തൻ എന്താ? ആസക്തൻ, വ്യവകലനം, സങ്കലനം, വർണ്ണ്യം, അവർണ്ണ്യം, വർജ്യം, സ്വീകാര്യം, വിദേശം, സ്വദേശം, വിഫലം, സഫലം, വിയോഗം, സംയോഗം. വിരളം, ബഹുലം, വിശ്വാസം, അവിശ്വാസം, വിവൃതം, സംവൃതം, വൃദ്ധി, ക്ഷയം, വേലിയേറ്റം, വേലിയിറക്കം, വ്യാജം, നിർവാജ്യം, വികാസം, സങ്കോചം. വികാസം, സങ്കോചമൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൃദ്ധി, ക്ഷയമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്.
വിധർമ്മം, വിധർമ്മം സ്വധർമ്മം, വ്യവകലനം സങ്കലനം, വാമം ദക്ഷിണം, വേദം മോദം, വിജയം പരാജയം, വൈമുഖ്യം ആഭിമുഖ്യം, വിപക്ഷ സ്വപക്ഷ, ശിഷ്ടൻ ദുഷ്ടൻ. കേട്ടോ, അപ്പം വിപക്ഷ സ്വപക്ഷ ശിഷ്ടൻ എന്താണ്? ദുഷ്ടൻ. ഓക്കെ, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചു. ശ്ലാഘനീയം, ശ്ലാഘനീയം ഗർഹണീയം, ശ്ലാഘനീയം ഗർഹണീയം, ശാന്തം ഉഗ്രം, ശിക്ഷ രക്ഷ, ശീഘ്രം മന്ദം, ശോഷണം പോഷണം, ശുഭം അശുഭം, ശ്ലാഘ്യം ഗർഹം. ശ്ലാഘനീയം ഗർഹണീയം, ശ്ലാഘ്യം ഗർഹം. ശാലീനം ദീപ്രം, ശിക്ഷകൻ രക്ഷകൻ, ശിക്ഷകൻ രക്ഷകൻ, ശാലീനം ദീപ്രം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. സങ്കടം സന്തോഷം, സത്യം അസത്യം അല്ലെങ്കിൽ മിഥ്യ, സദാചാരം ദുരാചാരം, സംഭരണം വിതരണം, സഭ്യം അസഭ്യം, സമം വിഷമം അല്ലെങ്കിൽ അസമം, സമം അസമം. കേട്ടോ, വിഷമം അല്ലെങ്കിൽ സമം. ഓക്കെ, സമത്വം അസമത്വം, സമത്വം അസമത്വം, സഹ്യം അസഹ്യം, സഹകരണം നിസ്സഹകരണം, സാധാരണം അസാധാരണം, സാമാന്യം വിശേഷ്യം, സാരം നിസാരം, സുകരം ദുഷ്കരം, സുഗമം ദുർഗമം, സുഗമം ദുർഗമം. സുഫിക്ഷം, സുഫിക്ഷം ദുർഫിക്ഷം, സുലഭം ദുർലഭം, സുസഹം ദുസ്സഹം, സൃഷ്ടി സംഹാരം, സൗന്ദര്യം വൈരൂപ്യം, സംയോഗം വിയോഗം, സ്പഷ്ടം അസ്പഷ്ടം, സ്വകീയം പരകീയം, സ്വകീയം പരകീയം. ഇതൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം പാരതന്ത്ര്യം, സഫാര്യൻ വിഫാര്യൻ, സജാതീയ വിജാതീയ, സ്ഥൂലം സൂക്ഷ്മം, സ്വായത്തം പരായത്തം, ഹിമം ഉഷ്ണം, നവീനം പ്രാചീനം, സഹിതം രഹിതം. ഈ ഐഹികം ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഐഹികം എന്നുള്ളതിൻ്റെ എന്താണ്? പാരത്രികമാണ്. എന്താണ്? പാരത്രികം, പാരത്രികം, ഐഹികം പാരത്രികം. സ്വാശ്രയം പരാശ്രയം, സൗമ്യം വ്യത്യാസം, സൗമ്യല്ല സാമ്യം, സാമ്യം വ്യത്യാസം, സുന്ദരൻ വിരൂപൻ, സുപ്രസിദ്ധൻ കുപ്രസിദ്ധൻ, സംശയം നിശ്ചയം, സംഭവ്യം അസംഭവ്യം, സാഫല്യം വൈഫല്യം, സാഫല്യം വൈഫല്യം. ഇനി സൗമ്യം തീഷ്ണം, സൃഷ്ടി സംഹാരം, സ്വാർത്ഥം നിസ്വാർത്ഥം, സ്ഥാവരം ജംഗമം, ഐഹികം പാരത്രികം. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഹികം പാരത്രികം. കഠിനം മൃദു, കൃപണൻ ഉദാരൻ, കൃപണൻ ഉദാരൻ, ഗമനം ആഗമനം, കഠിനം മൃദു, കൃപണൻ ഉദാരൻ, ഗമനം ആഗമനം, ഐഹികം പാരത്രികം, സ്ഥാവരം ജംഗമം, സ്വാർത്ഥം നിസ്വാർത്ഥം, സൃഷ്ടി സംഹാരം, സൗമ്യം തീഷ്ണം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണെന്ന്. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം. ഹിമം തൂലം നീഹാരം തുഹീനം. അവിടെ തൂലം എന്നാണ്. തൂലത്തിനർത്ഥം പഞ്ഞി എന്നൊക്കെയാണ് അർത്ഥം. കേട്ടോ, തൂലം പഞ്ഞി ആകാശം എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. തൂലം എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് പര്യായ പദങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ. കണ്ണാടി, കണ്ണാടി ചോദിക്കുന്ന വാക്കാണ്. ആദർശം ദർപ്പണം മുകുരം, ആദർശം ദർപ്പണം മുകുരം. ഭൂമി എന്നുള്ളതിൻ്റെയോ ധര ധരിത്രി ക്ഷോണി ക്ഷിതി വസുധ പാര്, പാര് ഭൂമി. കഴുത്തെന്നുള്ളതിന് കണ്ഠം കന്ദരം ഗ്രീവം ഗളം, കണ്ഠം കന്ദരം ഗ്രീവം ഗളം. സിംഹം കേസരി ഹരി കേശി പഞ്ചാസ്യൻ, കണ്ടീരവം, പഞ്ചാസ്യൻ കണ്ടീരവം. സിംഹത്തിന് എന്തൊക്കെയാ? കേസരി ഹരി കേശി പഞ്ചാസ്യൻ കണ്ടീരവം. എന്താണ്? കണ്ടീരവം. ഓക്കെ, അടുത്ത സൂര്യൻ പകലോൻ കതിരോൻ ദിവാകരൻ ദിനകരൻ ആദിത്യൻ ഭാസ്കരൻ രവി. സൂര്യൻ എന്തൊക്കെയാ? പകലോൻ കതിരോൻ ദിവാകരൻ ദിനകരൻ ആദിത്യൻ ഭാസ്കരൻ രവി. സ്വർണം എന്നുള്ളത് ഹിരണ്യം ഹേമം കാഞ്ചനം
കനകം, ഹാടകം, ചാമീകരം, പൊന്ന്. സ്വർണത്തിന് ഹിരണ്യം, ഹേമം, കാഞ്ചനം, കനകം, ഹാടകം, ചാമീകരം, പൊന്ന്. വീണയുടെയോ വിഭഞ്ചിക, വല്ലകി, സാരംഗം. ശരീരം എന്നുള്ളത് തനു, ഗാത്രം, ദേഹം, കളേബരം, വിഗ്രഹം. പർവ്വതത്തിൻ്റെത് അദ്രി, ഗിരി, അചലം, ശൈലം, നഖം, ശിഖരി. ഇതെല്ലാം എന്തിൻ്റെയാ? പർവ്വതത്തിൻ്റെ പര്യായപദങ്ങളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിക്കേ. നക്ഷത്രം. നക്ഷത്രം ചോദിച്ചിട്ട് താരം, താരകം, ഉടു, വൃക്ഷം. നദി എന്നുള്ളതിൻ്റെത് എന്താ? നിമ്നക, തരങ്കിണി, പയസിനി, തടിനി, സരിത്ത്, ആബക, കല്ലോലിനി, വാഹിനി. കുതിര ഹയം, വാജി, അശ്വം, തുരകം, തുരങ്കമം. ഈച്ച നീല, മക്ഷിക, വർവണ. പക്ഷി ഖഗം, പതംഗം, നീടജം, പദത്രി. ഈ ഇടയ്ക്ക് ചോദിച്ച പക്ഷിയുടെ പര്യായത്തിൽ ഉൾപ്പെടാത്തതാണ്. അപ്പം ഖഗം, പതംഗം, നീടജം, പദത്രി. ഇല പത്രം, പലാശം, ദലം, ഛതം, പർണം. ഇല പത്രം, പലാശം, ദലം, ഛതം, പർണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പര്യായപദങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിക്കേ. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഘടകപദങ്ങളാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ സമാസം എന്ന് പറയുന്നൊരു ഭാഗത്തെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ 10, 15 എന്നുള്ളത് 10ഉം 15ഉം, 10ഓ 15ഓ, 15ൽ 10, 10 അല്ലെങ്കിൽ 15. ഇതിൻ്റെ ആൻസർ എന്ത് വരും? 10ഓ 15ഓ. എന്ന് വെച്ചാൽ 10, 15 എന്ന് പറയുമ്പോഴേ അതിനൊരു വ്യക്തതയില്ല അല്ലേ? 10, 15. അപ്പം ഒരു വ്യക്തതയില്ലാത്ത നമ്പർ ആവാം ഓ ചേർത്ത് പറയുക. 10ഓ 15ഓ. എന്നാൽ 1001 എന്ന് പറയുമ്പോഴോ അതൊരു സംഖ്യയായിട്ട് പറയുകയാണ്. അപ്പോൾ 1000ഉം 1ഉം എന്നുള്ള രീതി പറയണം. നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ഘടകപദങ്ങളാക്കാനുള്ള പദങ്ങളാണ്. തലവേദന. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. തലവേദന, തലയിലെ വേദനയാണ് തലവേദന അല്ലേ? വിചിത്രരൂപൻ, വിചിത്രമായ രൂപത്തോട് കൂടിയവനാണ് വിചിത്രരൂപൻ. വിശ്വവിദ്യാലയം, വിശ്വമാകുന്ന വിദ്യാലയം. യോഗസ്ഥലം, യോഗം നടക്കുന്ന സ്ഥലം. യോഗം നടക്കുന്ന സ്ഥലമാണ് യോഗസ്ഥലം. ചെഞ്ചുണ്ട്, ചുവന്നതായ ചുണ്ട്. ചെഞ്ചുണ്ട് ചുവന്നതായ, അതായത് നിറം വരുന്നത് കൊണ്ടാണ് അവിടെ ആയ ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ചുവന്നതായ ചുണ്ട് എന്നാണ്, ചുവന്നതായ ചുണ്ട്. സുവർണ ലിപി, സുവർണ നിറത്തിലുള്ള ലിപിയാണ്, സുവർണ നിറത്തിലുള്ള ലിപി. നക്ഷത്ര കണ്ണുകൾ, നക്ഷത്രം പോലുള്ള കണ്ണുകൾ. നീലപ്പട്ട് സാരി. എന്താ നീലപ്പട്ട് സാരി? നീലയായ പട്ടുസാരിയാണ്. മഹാത്ഭുതം, മഹത്തായ അത്ഭുതം. മഹാത്ഭുതം, മഹത്തായ അത്ഭുതം. രാത്രി വഞ്ചി, രാത്രിയിലെ വഞ്ചി. രാത്രി വഞ്ചി, രാത്രിയിലെ വഞ്ചി. ജീവിത ഗ്രന്ഥം, ജീവിതമാകുന്ന ഗ്രന്ഥം. ജീവിത ഗ്രന്ഥം, ജീവിതമാകുന്ന ഗ്രന്ഥം. സുന്ദര പുരുഷൻ. എന്താ സുന്ദര പുരുഷൻ? സുന്ദരനായ പുരുഷൻ. പഴക്കട, പഴം വിൽക്കുന്ന കടയാണ്. പാൽ പുഞ്ചിരി, പാല് പോലെയുള്ള പുഞ്ചിരി. ചരാചരങ്ങൾ, ചരവും അചരവും. കൈകാലുകൾ, കൈയും കാലും. താമരക്കണ്ണൻ, താമര ഇതള് പോലെ കണ്ണുള്ളവൻ. താമരക്കണ്ണൻ, താമര ഇതൾ പോലെ കണ്ണുള്ളവൻ. ഓക്കെ, കുറച്ച് വാക്കുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യനുകൾ പോകാം. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണെന്ന് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് ഇതെടുത്ത് തന്നിട്ടുള്ളതാണ്. അപ്പം പിപാസു, പിപാസൻ, ബുഭുക്ഷു, ബുഭുക്ഷൻ. ആൻസർ എന്താ? പിപാസു എന്നുള്ളതാണ്. പിപാസു ആണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. കുടിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്തോ പറയും? പിപാസ് എന്ന് പറയും കേട്ടോ. ഇനി ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കാൻ ആഗ്രഹിക്കുന്നവനെ പറഞ്ഞാണ് ബുഭുക്ഷു എന്ന്. കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും അങ്ങനെയുള്ള നമ്മൾ ഇതുമായിട്ട് ബന്ധമുള്ള വാക്കുകളല്ല, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പിപാസനും ബുഭുക്ഷനും ഒക്കെ. അപ്പോൾ പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ്. ഓക്കെ, ആഗ്രഹം പറയുമ്പോൾ പിപാസി എന്നും ബുഭുക്ഷ എന്നുമാണ് പറയേണ്ടത് കേട്ടോ. നോക്കാം. ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷയാണ്. ആഗ്രഹിക്കുന്നവൻ വരുമ്പോൾ ബുഭുക്ഷു.
നയിക്കാനുള്ള ആഗ്രഹം നിനീഷയാണ്, ആഗ്രഹിക്കുന്നവൻ നിനീഷു. വഞ്ചിക്കാനുള്ള ആഗ്രഹമാണ് ദിപ്സ, ആഗ്രഹിക്കുന്നവൻ എന്താണ്? ദിപ്സു എന്നാണ് അല്ലേ. മകളുടെ ഭർത്താവ് ഒരുപാട് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. മകളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ജാമാതാവ്, മരുമകന് പറയുന്ന പേരെന്താ? ജാമാതാവ് എന്നാണ്. മകന്റെ ഭാര്യയാണ് സ്നുഷ, ഓക്കെ. ലോകത്തെ സംബന്ധിച്ചത് എന്താ? ലൗകികമാണ്. ലോകത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? ലൗകികം. വേദത്തെ സംബന്ധിച്ചതാണെങ്കിൽ വൈദികം. തേജസ്സിനെ സംബന്ധിച്ചത് തൈജസം. മലയാളത്തെ സംബന്ധിച്ചത് മലയാണ്മ. സ്കൂൾ ടെസ്റ്റിലൊക്കെ കിടക്കുന്ന വാക്കാണ് ഇതൊക്കെ കേട്ടോ. മലയാളത്തെ സംബന്ധിച്ചത് എന്താണ്? മലയാണ്മ. ജനകന്റെ പുത്രി ആരാ? ജാനകിയാണ്. ദ്രുപദന്റെ പുത്രി, ദ്രുപദൻ ദായാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. ദ്രൗപദി ദ. ഓക്കെ, ദ്രുപദന്റെ പുത്രി ദ്രൗപദി. മറ്റൊരാളുടെ അഭിപ്രായത്തിലുള്ള വിശ്വാസം, അതാണ് പരപ്രത്യയം. മറ്റൊരാളുടെ അഭിപ്രായത്തിലുള്ള വിശ്വാസം ഒറ്റപ്പദം എന്താണ്? പരപ്രത്യയം. ഓക്കെ. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് സ്വപ്രത്യയ സ്ഥൈര്യം. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് സ്വപ്രത്യയ സ്ഥൈര്യം. എന്തിലും ദോഷം മാത്രം കാണുന്നയാളാണ് ദോഷൈക ദൃക്ക്. എന്തിലും ദോഷം കാണുന്നയാള് ദോഷൈക ദൃക്ക്. മാമൂലുകളെയൊക്കെ മുറുകെ പിടിക്കുന്നവനാണ് യാഥാസ്ഥിതികൻ. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ യാഥാസ്ഥിതികൻ. സ്ത്രീകളെ ദുഷിക്കുന്നവനാണ് ദർശകൻ. സ്ത്രീകളെ ദുഷിക്കുന്നവൻ എന്താണ്? ദർശകനാണ്, ദർശകൻ. ഉത്തമ മനുഷ്യന്റെ പുത്രനാണ് ഈശൻ. ഉത്തമ മനുഷ്യന്റെ പുത്രൻ ഈശൻ. അപ്പൊ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് സ്വപ്രത്യയ സ്ഥൈര്യം. എന്തിലും ദോഷം മാത്രം കാണുന്നയാളാണ് ദോഷൈക ദൃക്ക്. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ് യാഥാസ്ഥിതികൻ. സ്ത്രീകളെ ദുഷിക്കുന്നവനാണ് ദർശകൻ. ഉത്തമ മനുഷ്യന്റെ പുത്രനാണ് ഈശൻ. ഓക്കെ, അടുത്ത നോക്കിക്കേ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പം നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിന് ചോദിച്ചാണെന്ന് തോന്നുന്നു. അപ്പം ഓപ്ഷൻ ഇതായിരുന്നു: കൃത്ത്, പ്രാക്പ്രയോഗം, തദ്ധിതം, അനുപ്രയോഗം. നമ്മുടെ ആൻസർ അനുപ്രയോഗം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഈ കൃത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമത്തെ പറയുന്ന പേരാണ് കൃത്ത്. അതായത് നമുക്കറിയാം വഞ്ചിക്കുക, അതിൽ നിന്നുണ്ടാകുന്ന നാമം വഞ്ചകൻ അല്ലേ. കൊതിക്കുക, അപ്പം അതിൻ്റെ കൊതിയൻ. കണ്ടോ? അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന നാമങ്ങളെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? കൃത്തെന്ന് പറയുന്നത്. ഇനി തദ്ധിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. അപ്പം ജനകൻ എന്ന് പറയുന്ന ഒരു നാമമാണ്. അപ്പം ആ നാമത്തിൽ നിന്നുണ്ടാകുന്ന പുതിയ പദമാണ് ജാനകി. ഇതെന്താണ്? തദ്ധിതമാണ്. വെളുപ്പം എന്ന് പറയുന്ന ഒരു വിശേഷണമാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന നാമമാണ് വെണ്മ അല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തദ്ധിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്തും തദ്ധിതം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ടും ഇപ്പം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം എന്താണ് അനുപ്രയോഗം? അനുപ്രയോഗം ഒരു ധാതുവിൻ്റെ അർത്ഥത്തിൽ ചില സവിശേഷതകൾ കൂട്ടിച്ചേർക്കുന്നതിനായി ആ ധാതുവിനോട് ചേർത്ത് പ്രയോഗിക്കുന്ന മറ്റ് ധാതുക്കളെ പറയുന്ന പേരാണ് അനുപ്രയോഗം. സഹായക ക്രിയകളുടെ സ്ഥാനമാണ് അനുപ്രയോഗത്തിനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്ന സംഭവം കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പ്രധാന ക്രിയയുടെ അർത്ഥത്തെ ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഇത് നമ്മുടെ ഡെഫിനിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഒരു ധാതുവിൻ്റെ അർത്ഥത്തിൽ ചില സവിശേഷതകൾ കൂട്ടിച്ചേർക്കുന്നതിനായി ആ ധാതുവിനോട് ചേർത്ത് പ്രയോഗിക്കുന്ന മറ്റ് ധാതുക്കളെ പറയുന്ന പേരാണ് അനുപ്രയോഗം. സഹായക ക്രിയകളുടെ സ്ഥാനമാണ് ഇതിനുള്ളത്. പ്രധാന ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന ക്രിയകളെ അനുപ്രയോഗം എന്ന് വിളിക്കുന്നു. പ്രധാന ക്രിയയെ പ്രാക്പ്രയോഗമെന്നും കൂടെ പ്രയോഗിക്കുന്ന ക്രിയയെ അനുപ്രയോഗമെന്നും പറയുന്നു. അല്ല, മനസ്സിലായോ? അപ്പം നോക്കിക്കേ, ഇപ്പം നോക്കിക്കേ, അറിയിച്ചു കൊള്ളുന്നു. ഇതിനെ തന്നെ ഉണ്ട് പേടിച്ചു പോയി എന്ന് പറയുന്നത്. അപ്പം പേടിച്ചു പോയി എന്ന് പറയുമ്പോഴേ ഈ പേടിച്ചു പോയി എന്നുള്ളതിൻ്റെ പേടിച്ചു പോയി എന്ന് പറയുമ്പോഴേ പേടിച്ചു എന്നുള്ളത് ഒരു ക്രിയയും പോയി എന്നുള്ളത് വേറൊരു ക്രിയയുമായിട്ടല്ല ഇവിടെ പറയുന്നത്. അതായത് പേടിച്ചിട്ടങ്ങ് പോയെന്നല്ല, ആ പേടിച്ചു എന്നുള്ളതിൻ്റെ ആ തീവ്രത എന്താണെന്ന് കാണിക്കാനല്ലേ നമ്മൾ പോയി എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ. അതായത് പേടിച്ചു പോയെന്ന് പറയുമ്പോൾ അത് ഒരർത്ഥം തന്നെയുള്ളൂ. പേടിച്ചു എന്നുള്ള ഒരർത്ഥം മാത്രമേ ഉള്ളൂ. അഭ്യർത്ഥിച്ചു കൊള്ളുന്നു, അഭ്യർത്ഥിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അർത്ഥം പൂർണ്ണമാണ്. പിന്നെ അതിൻ്റെ ഒരു തീവ്രത കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കൊള്ളുന്നു എന്നും കൂടെ ചേർക്കുന്നു അല്ലേ. അപ്പം ഇങ്ങനെ ചേർക്കുന്ന, അതായത് പ്രധാന ക്രിയയുടെ അർത്ഥത്തെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ചേർക്കുന്ന പിന്നാലെ ചേർത്ത് ഈ ക്രിയയെ പറഞ്ഞ പേരാണ് എന്തുവാ? അനുപ്രയോഗം.
ക്ലിയർ അല്ലേ? ഈ ഇത് അനുപ്രയോഗമാണ് എങ്കിൽ ഈ പ്രധാന ക്രിയയെ നമുക്ക് എന്തോ പറയാം? പ്രാക് പ്രയോഗം എന്ന് പറയാം. അതാണ് കേട്ടോ, പ്രധാന ക്രിയയെ പ്രാക് പ്രയോഗം എന്നും അതിൻ്റെ കൂടെ പ്രയോഗിക്കുന്ന ക്രിയയെ നമ്മൾ എന്തോ പറയുന്നു? അനുപ്രയോഗം എന്നും പറയുന്നു. അനുപ്രയോഗം 4 വിധമുണ്ട്. അനുപ്രയോഗം എത്രയാണ്? 4 വിധം. ഒന്നാമത്തേതാണ് ഭേദകാനുപ്രയോഗം. പ്രധാന ക്രിയയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ക്രിയയുടെ അർത്ഥത്തിൽ ചില സവിശേഷതകൾ കൂട്ടിച്ചേർക്കുന്ന അനുപ്രയോഗം. ഇത്രയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ സെന്റൻസിനകത്ത് വിനയം, ലാഘവം, പതിവ് തുടങ്ങിയ സവിശേഷതകൾ പ്രധാന ക്രിയയുടെ അർത്ഥത്തിൽ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ പ്രധാന ക്രിയയുടെ അർത്ഥത്തിൽ എന്തൊക്കെ വരും? വിനയം വരും, ലാഘവം വരും, പതിവ്. അങ്ങനെയൊക്കെയുള്ള സെന്റൻസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഭേദകാനുപ്രയോഗം. നോക്കിക്കേ, അറിയിച്ചു കൊള്ളുന്നു, അതൊരു വിനയമാണ്. അപേക്ഷിച്ചു കൊള്ളുന്നു, വിനയമാണ്. തോൽപ്പിച്ചു കളഞ്ഞു, ലാഘവം, നിസാരം അല്ലേ. ചെയ്തു കളഞ്ഞു, ലാഘവമാണ്. തന്നു വരുന്നു, അതൊരു പതിവാണ്. അപ്പം ഇങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് ഭേദകാനുപ്രയോഗം. മനസ്സിലായോ? എന്ത് വരും? വിനയം, ലാഘവം, പതിവ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ, കാലാനുപ്രയോഗമാണ്. കാലാനുപ്രയോഗം എന്ന് വെച്ചാൽ ക്രിയ നടക്കുന്ന കാലത്തിൽ മാറ്റങ്ങൾ കൂട്ടിച്ചേർക്കുന്ന അനുപ്രയോഗമാണ്. കാലവ്യത്യാസം, കാലത്തിലുള്ള താരതമ്യം, തുടർച്ച, പൂർണ്ണത തുടങ്ങിയവയെല്ലാം ഈ അനുപ്രയോഗത്തിലൂടെയാണ് കാണിക്കുന്നത്. അതായത് ഇതിൽ നമ്മൾ 3 കാലങ്ങൾ, ഏതൊക്കെയാ? വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. ഈ 3 കാലങ്ങളുമുള്ള ക്രിയകൾ എവിടെ വരും? കാലാനുപ്രയോഗത്തിൽ വരും. നമുക്ക് നോക്കാം. ഞാൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്ത് കാലമാണ്? വർത്തമാനകാലമാണ്. അവൾ ഇന്നലെ വന്നിരിക്കും. അതെന്തുവാണ്? ഇന്നലെ വന്നിരിക്കും. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ. അവൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഭൂതകാലമാണ്. ഓക്കെ, അവൾ ഓക്കെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ ഇന്നലെ വന്നിരിക്കും. ഓക്കെ, അവൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതും എന്നാണെങ്കിലോ അത് അവൻ പരീക്ഷ എഴുതും എന്നാണെങ്കിൽ അതെന്താണ്? അത് നടക്കാൻ പോകുന്ന കാലമാണ്. അപ്പം അതിനകത്ത് വരും, ഭാവി കാലത്തിൽ വരും. ക്ലിയർ അല്ലേ? അടുത്തത് പൂരണാനുപ്രയോഗം. എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും രൂപങ്ങളില്ലാത്ത ധാതുക്കളാണ് ഖിലധാതുക്കൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖിലധാതുക്കളെ രൂപനഷ്ടത്തിൽ സഹായിക്കുന്ന അനുപ്രയോഗമാണ് പൂരണാനുപ്രയോഗം. ഇതതിൻ്റെ ഡെഫിനിഷനാണ്. അതായത് ഉള്ളെന്ന ഖിലധാതുവിന് എന്ന് വെച്ചാൽ ഉള്ളെന്ന ഖിലധാതു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കാത്തമായ ചില പദങ്ങളുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഖിലധാതുക്കൾ. അപ്പോൾ ഉള്ളെന്ന ഖിലധാതു പണ്ട് ഉപയോഗിച്ചിരുന്ന ഉള്ളെന്ന പദം ഈ വർത്തമാന കാലാർത്ഥമുള്ള ഉണ്ട് എന്ന ഒരു രൂപമേ ഉള്ളൂ. മറ്റ് കാലങ്ങളിലും പ്രകാരങ്ങളിലും രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉണ്ട് എന്ന വർത്തമാനകാല ക്രിയയോടൊപ്പം ആ എന്ന ക്രിയയുടെ രൂപങ്ങൾ ചേർത്താൽ മതി. അതായത് ആയി, ആകുന്നു, ആകും എന്ന വിധത്തിൽ നമ്മൾ ചേർക്കണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഉള്ളെന്ന ഖിലധാതു അതിൻ്റെ കൂടൊപ്പമായി ആകുന്നു, ആകും എന്നൊക്കെ ചേർത്താൽ അതെന്താ? പൂരണാനുപ്രയോഗമാകും. പൂരണാനുപ്രയോഗം നമുക്ക് നോക്കാം. ഉള്ളെന്ന വാക്കിന് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം ആയി ചേർത്തപ്പോൾ ഉണ്ടായി. അതപ്പോൾ ഭൂതകാലയിൽ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നു. ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലമാണ്. ഉണ്ടാകും, അത് ഭാവി കാലമാണ്. ഉണ്ടാകട്ടെ ഇല്ലേ. ഉണ്ടാകട്ടെ നിയോജക പ്രകാരം, ഉണ്ടാകണം വിധായക പ്രകാരം, ഉണ്ടാകാം അനുജ്ഞായ പ്രകാരം. എന്ന് പറയുന്ന പ്രകാരം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന സംഭവങ്ങളാണ്. അതായത് നമ്മൾ ഉൾ എന്ന് പറയുന്ന ഖിലധാതുവിനോടൊപ്പം, ഉൾ എന്ന് പറയുന്ന ഖിലധാതുവിന് ഉണ്ട് എന്നുള്ള ഒരർത്ഥമാണ്. അതിൻ്റെ കൂടെ ആയുടെ രൂപങ്ങൾ ചേർക്കുന്നു. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആയുടെ രൂപങ്ങൾ ചേർക്കുന്നു. അപ്പം ആയി എന്നും ആകുന്നു എന്നും ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ ഉണ്ടായി, ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദത്തെ പറയുന്നതാണ് പൂരണാനുപ്രയോഗം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഭേദകാനുപ്രയോഗമാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, അടുത്തിനി ഒരു അനുപ്രയോഗം കൂടെ ഉണ്ട്. അതാണ് നിഷേധാനുപ്രയോഗം. ഈ നിഷേധാനുപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയയിൽ പറയുന്ന കാര്യത്തെ നിഷേധിക്കുന്നതിന് നമ്മൾ നിഷേധിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്താ? ഇല്ല, വേണ്ട, പോവണ്ട, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇത് ക്രിയയോട് നിഷേധാർത്ഥം കൂട്ടിച്ചേർക്കുന്നു. അവനാണ് ചെയ്തത്, അവനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറയുന്നു. അല്ല, അവനല്ല ചെയ്തത്. അപ്പോൾ അവിടെ അല്ല എന്നാക്കുന്നത്. അപ്പം നിഷേധിക്കുകയാണ്. വേണ്ട, വേണ്ട, നമുക്കൊരു സാധനം തരും, വേണ്ട, നിഷേധിക്കലേ. കൂട, വയ്യ, അരുത് തുടങ്ങിയ ക്രിയകളോട് കൂട്ടിച്ചേർത്തും നിഷേധ രൂപങ്ങൾ ഉണ്ടാക്കാം. വിധി, നിഷേധം. ചെയ്യാം, ചെയ്യാം,
ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ വിധി എന്ന് പറയുമ്പോൾ നിഷേധമാണ്, നിഷേധത്തെ കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ചെയ്യാം എന്ന് പറയുന്ന പദത്തെ കൂടെ ചെയ്തുകൂടാ, ചെയ്യണം, ചെയ്യുക വയ്യ, ചെയ്യണം, ചെയ്യരുത്, പോകണം, പോകരുത്. അപ്പം ചെയ്യാം എന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തുകൂടാ എന്ന് പറയുന്നു. ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്യുക വയ്യ, അതെല്ലാം നിഷേധത്തെ കാണിക്കുന്നതാണ് അല്ലേ. ചെയ്യണം, ചെയ്യരുത് അല്ലേ, പോകണം, പോകരുത്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, നിഷേധാനുപ്രയോഗത്തിൽ വരുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുക എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നമ്മൾ ഭേദകാനുപ്രയോഗം. ഭേദകാനുപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് വരും കേട്ടോ. അതായത് ഭേദകാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ അവിടെ വിനയം, ലാഘവം, പദവി ഇതിനെയൊക്കെ കാണിക്കുന്ന വാക്യങ്ങളാണ് വരുന്നെങ്കിൽ ഭേദകാനുപ്രയോഗം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഏതാ, കാലാനുപ്രയോഗം. ഈ കാലാനുപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 കാലങ്ങളുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭൂതകാലമുണ്ട്, ഭാവി കാലമുണ്ട്. അപ്പോൾ ഈ 3 കാലങ്ങളിലുള്ള ക്രിയകളെ പറയുന്ന പേരാണ് കാലാനുപ്രയോഗം. അങ്ങനെ വരുന്ന പദങ്ങൾ. മൂന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞ പൂരണാനുപ്രയോഗം. പൂരണാനുപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആ പദങ്ങളോടൊപ്പം ആ, ആകുന്നു, ആയി അങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ വരുന്നു. ഇതിന് പറഞ്ഞ പേരാണ് പൂരണാനുപ്രയോഗം. നാലാമത്തെയാണ് നമ്മൾ പറയുന്നത് നിഷേധാനുപ്രയോഗം. നിഷേധാനുപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ കാണിക്കുന്നത്, നിഷേധത്തെ കാണിക്കുന്നതാണ് നിഷേധാനുപ്രയോഗം. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ രീതിയിലൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻസ് ഒക്കെ വരുന്നത് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശരിയായ പദം ഏത്? ശരിയായ പദം ഇതിനകത്ത് ഏതാ? ഹരിചന്ദ്രൻ, ഹരിചന്ദ്ര, ഹരിശ്ചന്ദ്ര, ഹജന. ഏതാണ്? ഇതാണ് ശരിയായ പദം. അപ്പം നമുക്ക് കുറച്ച് പദങ്ങൾ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള വാക്കുകളാണ്, നമുക്കതൊന്ന് നോക്കാം. ശരചന്ദ്രൻ, ശരചന്ദ്രൻ, ഭഗവത്ഗീത. കണ്ടോ, എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങളിത് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വിദ്യുത് ശക്തി, ജഡായു, മഠയൻ, പീഡനം, ആഢ്യത. കണ്ടോ വാക്കുകൾ കണ്ടോ? ആ രീതി തന്നെ എഴുതണം. ശരചന്ദ്രൻ ഇച്ഛായാണ് വരേണ്ടത്. ഭഗവത്ഗീത ദയാണ്. വിദ്യുത് ശക്തി കണ്ടെത്ത ഇവിടെ പിരിച്ചെഴുതുമ്പോഴാണ് വിദ്യുത് അധികം ശക്തി എന്നൊക്കെ എഴുതുന്നത് കേട്ടോ. ജഡായുനും മടയനും എസ് ഡായാണ്. പീഡനം കണ്ടോ, ആഢ്യത ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. അടുത്ത എന്താണ്? അസ്ഥിവാരമാണ് അല്ലേ. എന്താണ് അസ്ഥിവാരത്തിന് എന്താ വരുന്നത്? തായാണ് വരുന്നത്. അസ്ഥിവാരം തായാണ്. ത്വഗ്രോഗം, ത്വഗ്രോഗം എന്ന് പറയുമ്പോൾ അവിടെ ഗായ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും? ത്വക്ക് അധികം രോഗം. ഋഗ്വേദം പിരിച്ചെഴുതുമ്പം ഋക്കധികം വേദം. കണ്ട, സമകാലികൻ, സമകാലികൻ, സമകാലികൻ. അഭിവാഞ്ച, അഭിവാഞ്ച സമകാലികനാണ് ശരി. അഭിവാഞ്ച. ലാഞ്ചന, ലാഞ്ചന. കൈയക്ഷരം കണ്ട, കൈയക്ഷരം എന്ന് എഴുതിയപ്പം കൈയക്ഷരം യാ അല്ലേ. കയ്യൊപ്പ് യ. കണ്ടോ? അപ്പം ഈ രീതിയിലാണ് വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. എവിടെയാണ് അക്ഷരങ്ങൾ ഈ അസ്ഥിവാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തായാണ് ഉപയോഗിക്കേണ്ടത്. അസ്ഥികൂടമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പദം ഇതാണെന്നൊക്കെ ഓർക്കണം കേട്ടോ. അപ്പം ഈ വാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കുക. കയ്യിൽ, സമകാലികൻ, അധ്യാപകൻ. കണ്ട, പുതിയ ലിപി അനുസരിച്ച് അധ്യാപകൻ ഇങ്ങനെ എഴുതുന്നേ. അർത്ഥം, അധിരഥൻ. ഈ ഇടയ്ക്ക് ചോദിച്ചു അധിരഥൻ വാക്ക്. കണ്ട, അധിരഥൻ ഇങ്ങനെയാണ്. അഞ്ജലി ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതിഥി, ആതിഥേയൻ. മിക്കവാറും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. അനുച്ഛേദം, അനുച്ഛേദം. യാദൃച്ഛികം, യാദൃച്ഛികം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ്. പാദസരം, പാദസരം. പ്രദക്ഷിണം, പാദസരം, പ്രദക്ഷിണം. വാക്കുകൾ കണ്ടല്ലോ. ഓക്കെ, അപ്പം ഇത്രയും വാക്കുകൾ എഴുതി നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങി. മടിയിൽ എന്ന പദം ഏത് വിഭക്തിയാണ്? ആധാരിക, സംയോജിക, സംബന്ധിക, പ്രതിഗ്രാഹിക. ഏതാണ്? ആധാരികയാണ്. ആധാരിക. അപ്പം അമ്മയുടെ മടിയിൽ, മടിയിൽ ഇല്ല് വന്നു, ആധാരിക. നമുക്ക് നോക്കാം വിഭക്തി എന്താണെന്ന് നോക്കാം.
ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നാമത്തെ ചേർക്കുന്ന പ്രത്യയത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് വിഭക്തി. അതായത് ഒരു നാമത്തിന് മറ്റ് പദങ്ങളോട് ബന്ധം കാണിക്കുന്നതാണ് വിഭക്തി എന്ന് പറയുന്നത്. വിഭക്തി എത്ര വിധം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 7 വിധമാണ്. അതിൽ ഒന്നാമത്തേതാണ് ഏതാ? നിർദ്ദേശിക വിഭക്തി. എന്താ നിർദ്ദേശിക വിഭക്തി? നിർദ്ദേശിക വിഭക്തി എന്ന് വെച്ചാൽ ക്രിയ ചെയ്ത വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് നിർദ്ദേശിക വിഭക്തി. അതായത് കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയെ നമുക്ക് എന്തോ പറയാം? നിർദ്ദേശിക എന്ന് പറയാം. നിർദ്ദേശികയ്ക്ക് എന്തോ ഇല്ല? പ്രത്യയം ഇല്ല. നിർദ്ദേശികയ്ക്ക് എന്തോ ഇല്ല? പ്രത്യയമില്ല. ഉദാഹരണം രാമൻ, സീത. മനസ്സിലായോ? അപ്പം നിർദ്ദേശിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിയ ചെയ്യുന്ന ആളായിരിക്കും. അവിടെ വിഭക്തി പ്രത്യയം ഒന്നും വരത്തില്ല. അപ്പം അതിന് നമുക്ക് എന്താ പറയാം? നിർദ്ദേശിക വിഭക്തി എന്ന് പറയാം. ഓക്കെ. അടുത്ത എന്താണ്? പ്രതിഗ്രാഹികയാണ്. പ്രതിഗ്രാഹിക. എന്താ പ്രതിഗ്രാഹിക? എന്താണ് പ്രതിഗ്രാഹിക? എന്താ പ്രതിഗ്രാഹിക? അതായത് ക്രിയയുടെ ഫലത്തെ സ്വീകരിക്കുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹിക. ആ ക്രിയയുടെ ഫലം സ്വീകരിക്കുന്ന ആളിനെയാണ് നമ്മൾ സ്വീകരിക്കുന്ന എന്താണോ അതാണ് പ്രതിഗ്രാഹിക. അവിടുത്തെ പ്രത്യയമാണ് എ എന്ന് പറഞ്ഞത്. പ്രത്യയം എന്താണ്? എ ആണ്. അപ്പം രാമനെ സീതയെ, രാമനെ സീതയെ, കണ്ട എ വന്നു. അടുത്ത എന്താണ്? സംയോജിക വിഭക്തിയാണ്. സംയോജിക വിഭക്തി. സംയോജിക വിഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയയുടെ നിർവഹണത്തിന് കർത്താവിന് സഹായിയായി നിൽക്കുന്ന നാമം വരുന്ന വിഭക്തിയാണ് സംയോജിക. ക്രിയയുടെ നിർവഹണത്തിന് കർത്താവിന് സഹായിയായി നിൽക്കുന്നത്. അവിടെ വരുന്നത് ഓട്. ഓട് നിങ്ങൾ ഇത് പഠിച്ചെടുക്കുക. ഓട് ഇതിൻ്റെ പ്രത്യയങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. രാമനോട് സീതയോട്. ഓക്കെ ആണോ? അടുത്തതാണ് ഉദ്ദേശിക വിഭക്തി. എന്താ ഉദ്ദേശിക വിഭക്തി? ക്രിയയുടെ ഫലം ആർക്കുതകുന്നുവോ ആ നാമം വരുന്ന വിഭക്തിയാണ് ഉദ്ദേശിക. ഒരു ക്രിയയുടെ ഫലം ആർക്കാണോ ഉതകുന്നത് അപ്പോൾ പ്രത്യേകം നമുക്ക് ഇന്ത്യയെന്നോ ഉടയെന്നൊക്കെ ചേർക്കാം. അപ്പം രാമൻ്റെ, സീതയുടെ എന്നൊക്കെ രീതിയിൽ വരും. പ്രയോജിക വിഭക്തി എന്ന് വെച്ചാൽ ക്രിയ നടക്കുന്നതിൻ്റെ കാരണത്തെ കാണിക്കുന്ന വിഭക്തിയാണ് പ്രയോജിക. ഉപകരണവും ഈ വിഭക്തിയിലാണ് വരുന്നത്. അതായത് രാമനാൽ, സീതയാൽ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വരും? പ്രയോജിക വിഭക്തി വരും. അടുത്തത് എന്താണ്? സംബന്ധിക വിഭക്തിയാണ്. ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക. പ്രത്യയം വരുന്നത് ഇന്ത്യയെന്നോ ഉടയെന്നോ ആയിരിക്കും. രാമൻ്റെ, സീതയുടെ എന്നൊക്കെ പറയുമ്പോൾ എന്ത് വരും? സംബന്ധിക വിഭക്തി. അടുത്ത ആധാരിക വിഭക്തി. ക്രിയയ്ക്ക് ആധാരമായി നിൽക്കുന്ന വസ്തുവോ സ്ഥലം വരുന്ന വ്യക്തി, സ്ഥലമോ ആയിരിക്കും കേട്ടോ. സ്ഥലം വരുന്നതോ ആണ് എന്തെന്ന് പറയുന്നത് വരുന്നതോ ആയ വിഭക്തി. ക്രിയയ്ക്ക് ആധാരമായി നിൽക്കുന്ന വസ്തുവോ സ്ഥലമോ വരുന്ന വിഭക്തിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആധാരിക വിഭക്തി. സ്ഥലം സ്ഥലവോ സ്ഥലവും വരികയാണെങ്കിൽ അതെന്തായിരിക്കും എന്ന് പറഞ്ഞത്? ആധാരിക വിഭക്തി ആയിരിക്കും. പ്രത്യയം എന്ത് വരും? ഇല്ലെന്നോ കല്ലെന്നോ വരുന്നു. ഇല്ലെന്നോ കല്ലെന്നോ. രാമനിൽ, സീതയിൽ, സീതയ്ക്കൽ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. വിഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് നിപ്രസം ഉപ്രസം ആ എന്നാണ് കേട്ടോ. നിപ്രസം ഉപ്രസം ആ എന്നാണ് പഠിക്കുന്നത്. ഓക്കെ. നീ എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശികയാണ്. നീ എന്ന് പറഞ്ഞാൽ ഈ വിഭക്തി പ്രത്യയത്തിന്റെ പേരുകളാണ് പറയുന്നത്. നിർദ്ദേശിക. നിർദ്ദേശിക്ക് പ്രത്യയം ഇല്ല. പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹികയുടേത് എന്താണ്? എ ആണ്. പ്രതിഗ്രാഹിക എ. അപ്പം നിർദ്ദേശിക പ്രത്യയം ഇല്ല. രാമൻ, സീത എന്ന് പറയും. പ്രതിഗ്രാഹികയുടേത് എ വരുമ്പോൾ എന്ത് പറയും? രാമനെ, സീതയെ എന്ന് പറയും. ഓക്കെ. അടുത്ത എന്താ? സംയോജിക. സംയോജികയുടേത് ഓടാണ്. സംയോജിക ഓട്. അപ്പോൾ ഓട് വരുമ്പം രാമനോട്, സീതയോട്. ഉദ്ദേശിക. ഉദ്ദേശികയുടേത് ഇക്ക് ന് ആണ്. ഉദ്ദേശിക ഇക്ക് ന്. രാമന്, സീതയ്ക്ക്. രാമന്, സീതയ്ക്ക്. എന്താ? പ്രയോജിക. പ്രയോജികയുടേത് എന്താ? ആല്. പ്രയോജികയുടേത് ആല്. രാമനാൽ, സീതയാൽ. സംബന്ധിക എന്താ? ഇൻ്റെ ഉടെ. സംബന്ധികയുടേത് എന്താ? ഇൻ്റെ ഉടെ. രാമൻ്റെ, സീതയുടെ. അടുത്ത എന്താ? ആധാരിക. ആധാരികയുടേത് എന്താ? ഇല്ല്, കല്ല്. ആധാരികയുടെ ഇല്ല്, കല്ല്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡെഫിനിഷനിലൂടെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം ഇത് കറക്റ്റ് ഡെഫിനിഷൻ പറഞ്ഞ് അതെന്താണെന്ന് പറയുന്നതാണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓൾറെഡി പഠിച്ചു വെക്കുക. ആ പ്രത്യയങ്ങൾ അറിയാമെങ്കിൽ പോലും തന്നെ നമുക്ക് മാർക്ക് പോകത്തില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ.
ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം എന്താണെന്ന്. മൂഷിക മണം, സംശയാസ്പദം, കൈപിടിയിലാക്കുക, പാത്തും പതികയും. എന്താ ടു സ്മെൽ എ റാറ്റ്? സംശയാസ്പദം എന്നാണ്. അപ്പോൾ കുറച്ച് വാക്കുകൾ ചോദിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് പറയാം. ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് ഉരുളക്കുപ്പേരി. ഈ ഇടയ്ക്ക് ചോദിച്ചേ ടിറ്റ് ഫോർ ടാറ്റ്, എനിക്ക് തോന്നുന്നു ബീറ്റ് ഫോറസ്റ്റിന് തന്നെയാണെന്ന് തോന്നുന്നു. ടിറ്റ് ഫോർ ടാറ്റ് ഉരുളക്കുപ്പേരി. ഫിഷ് ഇൻ ദ പാൻ ആരംഭശൂരത്വം. ഫിഷ് ഇൻ ദ പാൻ ആരംഭശൂരത്വം. കിക്ക് ദ ബക്കറ്റ് മരിക്കുക. ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ. ദി എൻഡ് ഫരദവാക്യം. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീര്. നേക്കഡ് ട്രൂത്ത് നഗ്നസത്യം. ആപ്പിളിൻ വൺ സൈ കണ്ണിലുണ്ണി. ക്യാഷ്വൽ ലീവ് ആകസ്മിക അവധി. ഹെർക്കുലിയൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം. ഇതെല്ലാം പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകളാണ്. ടിറ്റ് ഫോർ ടാറ്റ് ഉരുളക്കുപ്പേരി. ഫിഷ് ഇൻ ദ പാൻ ആരംഭശൂരത്വം. കിക്ക് ദ ബക്കറ്റ് മരിക്കുക. ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ. ദി എൻഡ് ഭരതവാക്യം. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീര്. നേക്കഡ് ട്രൂത്ത് നഗ്നസത്യം. ആപ്പിളിൻ വൺ സൈ കണ്ണിലുണ്ണി. ക്യാഷ്വൽ ലീവ് ആകസ്മിക അവധി. ഹെർക്കുലിയൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം. ഓക്കെ, നമ്മൾ CPO അതിനൊക്കെ എക്സൈസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്തത്. അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓക്കെ, അപ്പം നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. Thank you.